ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന മുൻ LDF സർക്കാരിന്റെയും റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെയും വാഗ്ദാനത്തിലും അതിനു പിന്നിലെ സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് കായിക മന്ത്രി OJ ജനീഷ്. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരും സ്പോൺസറും ചേർന്ന് തട്ടിപ്പ് നടത്തിയോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് കേസിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചുവെന്ന നിർണായക വിവരം മന്ത്രി കൈമാറിയത്. വിഷയത്തിൽ കായിക വകുപ്പ് തയ്യാറാക്കിയ സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയതാണെന്നും കൂടുതൽ സർക്കാർ തലത്തിൽ വിശദമായ ചർച്ച നടത്തിയ ശേഷം പറയാമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ബോധ്യമായിട്ടുണ്ട്. രാജ്യത്തെയും സംസ്ഥാനത്തെയും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഏതൊരു പ്രമുഖ താരത്തിനും ഇവിടെ കളിക്കാനാകൂ. മുൻ നടപടികളിൽ സർക്കാർ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ജനീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കായിക മന്ത്രിക്ക് വന്ന ഒരു ഇമെയിലിൽ നിന്നാണ് മെസ്സി വരുന്ന ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ ഇത്തരത്തിലാണോ ഒരു സർക്കാർ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നത് എന്നതിൽ സംശയങ്ങളുണ്ട്. മെസ്സിയെ കൊണ്ടുവരിക എന്നതിലുപരി കേരളത്തിൽ നിന്നും പുതിയ മെസ്സിമാരെ വാർത്തെടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറയുന്നുണ്ട്. മെസ്സിയെ കൊണ്ടുവരാനെന്ന പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണമടച്ചതിന്റെയോ ടീം കൈപ്പറ്റിയതിന്റെയോ ഒരു രേഖയുമില്ല. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പിന് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് കൈമാറിയത്. തുടർ നടപടിക്കായി ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞു. നിലവിൽ പന്ത് VD സതീശന്റെ കോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് CPM-നെ താങ്ങി നിരവധി കൊള്ളകളാണ് നടന്നത്. മുട്ടിൽ മരമുറി കേസ് അതിന്റെ ബാക്കിയാണ്. ഈ കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ അഴിയെണ്ണിയതാണ്. പിന്നീടാണ് പിണറായി വിജയന്റെ അനൌദ്യോഗിക PR ഏജൻസിയായി റിപ്പോർട്ടർ ചാനൽ മാറിയത്. മുട്ടിൽ മരമുറി തട്ടിപ്പിന് ശേഷം അഗസ്റ്റിൻ സഹോദരങ്ങൾ അവതരിപ്പിച്ച അടുത്ത നാടകമായിരുന്നു മെസ്സിക്ക് കേരളത്തിലേക്ക് സ്വാഗതം. കൊച്ചിയിലെത്താതെ മെസ്സിക്ക് ഇന്ത്യയിൽ ഒരിടത്തും പന്ത് തട്ടാൻ സാധിക്കില്ലെന്ന് വീമ്പ് പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ MDയെ മണ്ടനാക്കി മെസ്സി ഹൈദരാബാദിലെത്തി മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡിക്കൊപ്പം പന്ത് തട്ടി. പിന്നീട് ഈ വിവാദം തേഞ്ഞുമാഞ്ഞു പോയെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ സർക്കാരിന് മുന്നിലെത്തിയപ്പോൾ 1-2 കോടിയുടേതല്ല, മറിച്ച് 121 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ടിൽ VD സതീശൻ ഒപ്പുവച്ചാൽ റിപ്പോർട്ടർ ചാനലിന്റെ കാര്യത്തിൽ നിലവിൽ ഒരു തീരുമാനമാകും. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ തങ്ങൾക്ക് കണ്ടകശനിയാണെന്ന തിരിച്ചറിവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പല വൃത്തികെട്ട നാടകങ്ങളും റിപ്പോർട്ടർ ചാനൽ നടത്തിയിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നത്തെ മന്ത്രി K മുരളീധരനെതിരെ പല വ്യാജ വാർത്തകളുമാണ് ചാനൽ പടച്ചുവിട്ടത്. CPM-നെ അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പല നമ്പറുകളും റിപ്പോർട്ടർ ചാനൽ പയറ്റിയെങ്കിലും ഫലമുണ്ടായില്ല. ജനവിധിയിൽ ഇടതുപക്ഷം ഒലിച്ചു പോവുകയും ചെയ്തു. UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത് മാസം 3 കഴിയുന്ന വേളയിലാണ് റിപ്പോർട്ടറിന്റെ മെസ്സി നാടകത്തിൽ അന്വേഷണ റിപ്പോർട്ട് സജ്ജമായിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പുവയ്ക്കുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന പേടിയിലാണ് റിപ്പോർട്ടർ ചാനലും അതിന്റെ മേധാവികളുമെന്ന് കാണാൻ സാധിക്കും.